എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ക്ലാസ് വിത്ത് JPയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഉറപ്പായിട്ടും അത് നോക്കി എഴുതിയെടുത്ത് കോൺസെപ്റ്റ്സുകളെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാവൂ. ഇത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഔട്ട്ലുക്കാണ് നമ്മൾ ആദ്യം തരുന്നത്. ജനറൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ പൂൾ ചെയ്യും. അപ്പോൾ ആ ഫ്രെയിം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് തരുന്നത്. ഓക്കെ, നമ്മൾ 1857 റിവോൾട്ടിനെ പറ്റി പറഞ്ഞു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റിൽ നമ്മൾ നിർത്തിയത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, മദ്രാസ്, ബോംബെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് വരെയാണ് അല്ലേ? ലോർഡ് കാനിങ് സ്റ്റാർട്ട് ചെയ്തത് വരെയാണ് നിർത്തിയത്. ഇത് ഉറപ്പായിട്ടും പഠിക്കണം. കൃത്യമായിട്ട് എഴുതിയ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഹിസ്റ്ററി ആണ്. ഇപ്പം റീസെൻ്റായിട്ട് ഏത് പരീക്ഷ നോക്കിയാലും ഹിസ്റ്ററിയിൽ നിന്ന് നല്ലൊരു % മാർക്ക് കാണും. അത് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണം. വെറുതെ കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഹിസ്റ്ററി അങ്ങനെയുള്ളൊരു ടോപ്പിക് അല്ലത്. കാരണം കടൽ പോലെ ഉണ്ട്. നമുക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി അത്യാവശ്യം വേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിസ്റ്ററി. എല്ലാവരും പറയും കാണാൻ പഠിച്ചാൽ മതി. അങ്ങനെയൊന്നും പറ്റില്ല. കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറല്ല. കുറച്ചൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പം എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇനിയും അടുത്ത പാർട്ടായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, അപ്പം ഇത് ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അടുത്ത ഈ പാർട്ട് 2-ലെ സെക്കൻഡ് പാർട്ടിലെ നമ്മൾ ആദ്യത്തെ പോയിൻ്റാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2 എന്ന് പറയുന്ന ഈ സെക്കൻഡ് വീഡിയോയിലെ ഓരോ പോയിൻ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, 18 അടുത്ത പ്രധാനപ്പെട്ട ഇത് ഓരോരോ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 1871 ബ്രിട്ടീഷേഴ്സ് കൺക്ലൂഡഡ് ദെയർ ഫസ്റ്റ് ഓൾ ഇന്ത്യ സെൻസസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓൾ ഇന്ത്യ സെൻസസ് ബ്രിട്ടീഷുകാർ കൺക്ലൂഡ് ചെയ്യുന്നത് 1871 1865 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 1871 കൺക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലാക്കിക്കണം. വാട്ട് വാസ് ദ പേർപ്പസ് ബിഹൈൻഡ് കണ്ടക്ടിങ് എ സെൻസസ്? അവർ സെൻസസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇന്ത്യൻ സിസ്റ്റത്തെ പറ്റി കൂടുതൽ പഠിക്കാനാണ്. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റികൾ, റിലീജിയൻസ്, അതിനകത്തെ ആരൊക്കെയാണുള്ളത്, ജാതി, ഉപജാതി ഒക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദേ സ്റ്റാർട്ടഡ് സെൻസസ്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഫ്രം വർണ്ണ സിസ്റ്റം. ബേസിക്കലി ദേ സ്റ്റാർട്ടഡ് ഫ്രം വർണ്ണ സിസ്റ്റം അല്ലേ? ഒരു വർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അവർ തുടങ്ങുന്നത്. 1865 തുടങ്ങി 1871 കൺക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ സെൻസസ് നടത്തി. അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ മൊത്തം ടോട്ടൽ ദേവർ 19,000 ജാതീസ്. ഇന്ത്യയിൽ ഏകദേശം 19,000-നടുത്ത് ജാതികളുണ്ട് എന്ന് മനസ്സിലായി. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. റിലീജിയൻസ് പിന്നെ കാസ്റ്റാണ് ജാതി. മതം, റിലീജിയനും ജാതി, കാസ്റ്റുമാണ്. 19,000-ഓളം കാസ്റ്റ്. കൂടുതലും ഹിന്ദു കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാസ്റ്റ് സർക്കിൾ വരുന്നത്. അങ്ങനെ ഒരു ഹയറാർക്കിയൊക്കെ അവർ ഫിക്സ് ചെയ്തു. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഹയറാർക്കിയാണ് ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇങ്ങനെ ഒരു 4 ക്ലാസ് ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊരു ക്ലാസിഫിക്കേഷൻ അവർ വീണ്ടും കൊണ്ടുവന്നു. അപ്പർ ക്ലാസ് ക്ലർജിയാണ് ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത്. ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന അവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ പഠനം, പഠിപ്പിക്കുക, അല്ലെങ്കിൽ പ്രീസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു ഹൈ ക്ലാസ്സാണ് ബ്രാഹ്മിൺ. ആൻഡ് ക്ഷത്രിയാസ് വെർ വാരിയേഴ്സ് ഹൂ ലുക്ക് ആഫ്റ്റർ ദ കൺട്രി. ഗോഡ്സ് ആണ്, വാരിയേഴ്സ് ആണ് ക്ഷത്രിയാസ് എന്ന് പറയുന്നത്. വൈശ്യാസ് എന്ന് പറയുന്നത് ബിസിനസ് ക്ലാസ് പീപ്പിളാണ് ഹു ഡു ദ ബിസിനസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ആൻഡ് ശൂദ്രാസ് വെർ ദ പീപ്പിൾ ഹു ആർ മെൻ ഫോർ വർക്ക് ഓർ വർക്കിംഗ് ക്ലാസ്, വർക്കിംഗ് തൊഴിലാളി വർഗം. അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചു ഈ ജാതി, ഉപജാതി. അപ്പം ഇതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. സെൻസസ് കൺക്ലൂഡ് ചെയ്ത് 1871 1865 സ്റ്റാർട്ട് ചെയ്തു.
ഇനി എനിക്ക് അടുത്ത പോയിന്റ് പറയാനുള്ളത്, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. 1885. ഓക്കെ. സോ അതിന് മുമ്പുള്ളൊരു പീരീഡ്, അതായത് 1857 മുതൽ ഓൾമോസ്റ്റ് ഒരു 1885 വരെ വേണേൽ എടുക്കാം. അതിൽ ഒരു ചില ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. ആൻഡ് ദാറ്റ് ഓർഗനൈസേഷൻസ് വെർ കോൾഡ് പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ്. സോ 1885 INC ഫോം ചെയ്യുന്നത്. INCക്ക് മുമ്പുള്ള പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാം ഒന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട 2-3 പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ് മാത്രമേ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ, കാരണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കണം. സോ ആദ്യത്തെ പ്രീ കോൺഗ്രസ് അസോസിയേഷൻ്റെ പേര് പൂന സാർവജനിക് സഭ ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതിൽ നമ്മൾ രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട്, പാഴ്സി കമ്മ്യൂണിറ്റിയിലുണ്ട്, അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. ഈ 3 കമ്മ്യൂണിറ്റീസിലുണ്ട്. അപ്പോൾ ഈ 3 കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലന്ന് കുറവാണ്, പ്രധാനമായിട്ട് പാഴ്സി, ഹിന്ദു, മുസ്ലിംസ്, സൊറാസ്ട്രിയൻസ്, എല്ലാ റിലീജിയസിനകത്തും എന്തുണ്ട്, ഈ പറഞ്ഞ റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ പൂന സാർവജനിക് സഭ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊണ്ടുവന്നു. പിന്നെ അത് 1870 ആണ്. ജസ്റ്റ് 1-2 എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രീ കോൺഗ്രസ് അസോസിയേഷൻ്റെ. 2 ഇന്ത്യൻ നാഷണൽ അസോസിയേഷനാണ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അത് വന്നിട്ട് 1876. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ വന്നിട്ട് 1876. പിന്നെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞത് മദ്രാസ് മഹാജൻ സഭയാണ്. മദ്രാസ് മഹാജൻ സഭ, മദ്രാസ് മഹാജൻ സഭയാണ് അടുത്തത്. ദെൻ കംസ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. എന്താണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ? അത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ വർഷം തന്നെ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തവരുടെ പേരുണ്ട്: ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദമോഹൻ ബോസ്. ആ പേരുകൾ ഇവിടെ പറയുന്നില്ല, അത് പിന്നീട് അറിയിക്കാം. സോ ദേ വെർ കോൾഡ് പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ്. ഓക്കെ. ഇനി ഈ പല സോഷ്യൽ, അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ് ഞാൻ പറയാം. ഇത്ര എഴുതി. തേർഡ് പോയിന്റിൽ ഓൾമോസ്റ്റ് ഓൾ ദി അസോസിയേഷൻസ് ഓഫ് ദാറ്റ് ടൈം where either belongs to Hindu community or belongs to Parsi community. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവായിരുന്നു. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി 1857 റിവോൾട്ടിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിയോടുകൂടി പങ്കെടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് കുറേ കാലം മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചില്ല. വൈ? ബിക്കോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കൂടുതലും ഹിന്ദുക്കളാണ് എന്നൊരു ബോധം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കുന്നത് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂളിനെ പറ്റിയാണ്. ബ്രിട്ടീഷേഴ്സിൻ്റെ എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റീസിനെ തമ്മിൽ പിരിച്ചതെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് മുസ്ലിംസ് വെർ നോട്ട് കമ്മിങ് ഓർ ദേ വെർ നോട്ട് അറ്റാച്ച്ഡ് ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർ ലോങ് ടൈം. ബട്ട് അതിൽ ഒരേ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായത്, ഇപ്പം നമ്മൾ കുറേ ഓർഗനൈസേഷൻസിൻ്റെ പേര് പറഞ്ഞു, അതിലൊരു വ്യത്യസ്തമായൊരു ഓർഗനൈസേഷൻ ആ കാലത്ത് വന്നത് 1875 സ്റ്റാർട്ട് ചെയ്ത മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. ഇയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓറിയൻ്റൽ കോളേജ്, മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇത് പിന്നീട് 1920 അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി.
അവിടെ വെച്ചിട്ടാണ് ഈ 2 നേഷൻ തിയറി, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 നേഷൻ വേണമെന്നും മുസ്ലിം കമ്മ്യൂണിറ്റീസിന് പ്രത്യേക നേഷൻ വേണമെന്നൊക്കെയുള്ള ചിന്ത വരുന്നതൊക്കെ അപ്പോൾ അവർക്ക് ഈ ഒരു തോട്ടൊക്കെ വരുന്നത് ഈ 1920-ലാണ് ഈ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് അതിനെപ്പറ്റി അറിയിക്കാം. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിൽ നിന്ന് ഫോം ചെയ്ത ഒരു സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ആയിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് 1865, ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ പാർട്ട്, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഞാൻ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, 1857 മുമ്പ് നമ്മൾ ഗവർണർ ജനറൽ എന്നായിരുന്നു പറയുന്നത്. എന്നാൽ 1857 ശേഷം ദ നെയിം വാസ് റീനെയിംഡ് ആസ് വൈസ്രോയി, വാസ് ലോർഡ് ഡഫറിൻ. ഡഫറിൻ എന്ന് പറയുന്ന ആളാണ് എന്ത് വൈസ്രോയി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വൈസ്രോയി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ അലൻ ഒക്ടോവിയോ ഹ്യൂം. എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ്, ICS സിവിൽ സർവൻറ്റ് ഓഫീസറാണ് എ.ഒ. ഹ്യൂം. ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. വോമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെയാണ് ഒരു ഇത്, എന്തുകൊണ്ടാണ് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള എ.ഒ. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തത്? ശ്രദ്ധിക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ശരിക്കും പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറി, അല്ലെങ്കിൽ ഇറ്റ് മൂവ് അഗൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ്. ബട്ട് ഐറണിക്കലി ഓർ പാരഡോക്സിക്കലി ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ എ ബ്രിട്ടീഷ് ഓഫീസർ എ.ഒ. ഹ്യൂം. വൈ? അതിനൊരു തിയറി പറയുന്നത് 1857 റിവോൾട്ട് ശരിക്കും ബ്രിട്ടീഷേഴ്സിനൊരു ത്രെട്ടായിരുന്നു. കാരണം ഹിന്ദുസും മുസ്ലിംസും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു എന്നൊരു ചിന്ത അവർക്ക് വന്നു. ആൻഡ് ദേ തോട്ട് ദാറ്റ് ഇൻ ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനെ വീക്കൻ ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു ലക്ഷ്യമാണ്. സോ ദേ സ്റ്റാർട്ടഡ് INC. അങ്ങനെയാണ് അവർ INC തുടങ്ങുന്നത്. INC തുടങ്ങിയിട്ട് അവരെന്താ ചെയ്തത്? അതിൽ കുറേ ലീഡേഴ്സിനെയൊക്കെ ചേർത്ത് വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. വി കം ഹിയർ നോട്ട് ടു എക്സ്പ്ലോയിറ്റ് യു ഓർ ടു expel you from here. We came here to what we call to make your life easy. നിങ്ങൾക്ക് സ്വർഗം പാലും പഴവും ഒഴുക്കിത്തരാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ സിസ്റ്റം മാറ്റാനാണ്, നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മാറ്റാനാണ്, നിങ്ങളുടെ ലോ മേക്കിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യാനാണ്. അതർവൈസ് നിങ്ങൾക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനാണ്, ടെലിഗ്രാഫ് ലൈൻ കൊണ്ടുവരാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ആ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അന്നത്തെ ആളുകളെ. ആൻഡ് അന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ വെർ കോൾഡ് മോഡറേറ്റ്സ്. എന്താണ്? മോഡറേറ്റ്സ്. സോ ഹൂ വെർ മോഡറേറ്റ്സ്? മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് റൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ദേ വെർ അന്നത്തെ മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ എന്ന് പറയും. എന്താണ് പറയുന്നത്? മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ. മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ എന്ന് പറഞ്ഞാൽ മധ്യവർഗ ബുദ്ധിജീവി വർഗം. മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ ആയിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അവരൊരു ഇമ്പീരിയൽ സിവിൽ സർവീസിൻ്റെ പാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ മോഡറേറ്റ്സ് ആരൊക്കെയായിരുന്നു? ആദ്യകാലത്തെ മോഡറേറ്റ്സ് ഒരു 3-4 പേരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. മോഡറേറ്റ്സിന് ഇംഗ്ലീഷിൽ പറയുന്ന, മലയാളത്തിൽ മിതവാദികൾ എന്ന് പറയും. മിതവാദി എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപ്രിയരാണ് അവർ, മോഡറേറ്റ്സ്. അതിലുള്ള 1-2 മോഡറേറ്റ്സ് ആയിരുന്നു. ഏറ്റവും ഫേമസ് വ്യക്തിയായിരുന്നു ഫിറോസ് ഷാ മേത്ത. ആരാണ്? ഫിറോസ് ഷാ മേത്ത. അതുപോലെ ബദ്രുദ്ദീൻ തൈബിജി. ബദ്രുദ്ദീൻ തൈബിജി എന്ന് പറയുന്ന ആൾ, ഹി വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബദ്രുദ്ദീൻ ത്യാബ്ജി, തൈബിജി എന്നല്ല, ത്യാബ്ജി, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത. അതുപോലെ ഉണ്ട് KT തെലങ്ക്. KT തിലകനല്ല, ഇത് തെലങ്ക് എന്ന് പറഞ്ഞ ആൾ. അതുപോലെ ആനന്ദ ചർലു, ആനന്ദ ചാർലു, CHARLU. പിന്നെ ആരാ? ഫിറോസ് ഷാ. പിന്നെ സുരേന്ദ്രനാഥ ബാനർജി, SNB എന്ന് എഴുതാം, സുരേന്ദ്രനാഥ ബാനർജി.
പിന്നെ നമ്മുടെ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്കൻഡ് പ്രസിഡൻറ്റ്. ദാദാഭായ് നവറോജി, പുള്ളി പേർഷ്യൻ ആളായിരുന്നു. ഇങ്ങനെ ലോട്ട് ഓഫ് ലീഡേഴ്സ് വെർ ദെയർ. ഇവരൊക്കെ മോശക്കാരാണെന്ന് പറയുമല്ല, ബിക്കോസ് അവർ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അവരെ ധരിപ്പിച്ചത്, വി കെയിം ഹിയർ ടു സപ്പോർട്ട് യുവർ സിസ്റ്റം. നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ വെറും തെണ്ടുകളാണ്, നിങ്ങളുടെ അപ്പൂപ്പന്മാർ തെണ്ടുകളായിരുന്നു. സോ വി കെയിം ഹിയർ ടു വാട്ട് യു കോൾ മേക്ക് യുവർ ലൈഫ് മോർ ഈസി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സിസ്റ്റം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത്. സോ അങ്ങനെയുള്ള 4 പേരാണ്, അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സാണ് ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, KT തെലങ്ക്, ആനന്ദ് ചർലു, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി, അങ്ങനെ കുറേ ലീഡേഴ്സ് ഉണ്ട്. സോ ദേ വെർ കോൾഡ് മോഡറേറ്റ്സ്. ഒരു സോ ബ്രിട്ടീഷേഴ്സിന് എന്ത് വേണം, ദേ നീഡ് എ സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്ത് വെച്ചു. ഓക്കെ. ആൻഡ് മോഡറേറ്റ്സിൻ്റെ ആകെ 3 പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയോ? അവരെ കളിയാക്കി പറയുന്നത് പെറ്റീഷൻ, പ്രയർ ആൻഡ് മീറ്റിംഗ്. ബ്രിട്ടീഷുകാർ എന്തെങ്കിലുമൊക്കെ അതിക്രമണം ഇന്ത്യക്കാർക്കെതിരെ ചെയ്യുമ്പോൾ ഇവരൊരു മുറിക്കാതിരുന്ന് പെറ്റീഷൻ അടിക്കും. പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക, ഒന്നും ചെയ്യല്ലേ. മീറ്റിംഗ് കൂടും, ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ മോഡറേറ്റ്സ് വരുന്ന സമയത്ത് ഇതിനകത്ത് ചോരത്തിളപ്പുള്ള ആളുകൾ കാണുമല്ലോ, ചോരത്തിളപ്പുള്ള പിള്ളേരുണ്ടാവുമല്ലോ, അല്ലേ? അവർ ഈ വ്യൂവിന് എഗൻസ്റ്റാണ്. ആൻഡ് ദേ വെർ കോൾഡ് എക്സ്ട്രീമിസ്റ്റ്, അല്ലേ? ഇങ്ങനൊരു മുറിക്കാതിരുന്ന പെറ്റീഷനും പ്രയറും മീറ്റിങ്ങും പിടിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരൊന്നും ഇവിടുന്ന് പോകില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രീറ്റിലിറങ്ങണം, തെരുവിലിറങ്ങണം, സമരം ചെയ്യണം, ഹർത്താൽ നടത്തണം, കല്ലെറിയണം, അല്ലേ? ഏതൊരു മൂവ്മെൻറ്റും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. സോ അങ്ങനെ പറഞ്ഞവരാണ് ആര്? എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 3 എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പായിരുന്നു പ്രധാനമായിട്ടും ആദ്യം ഉദയം ചെയ്തത്. ലാൽ, ബാൽ ആൻഡ് പാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്ന 3 പേരാണ് വന്നത്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റൗട്ട് വരുന്നത്. അടുത്ത 4th പോയിൻ്റ് അല്ലെങ്കിൽ 5th പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. 5th പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതൊരു കഥ പോലെ കേട്ട് പോകണം, ഒരു സ്ട്രക്ചർ മാത്രമാണ് തരുന്നത്. 5th പോയിൻ്റ് എന്ന് പറയുന്നത് 16th October 1905 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ വിഭജിച്ചു 2ആയിട്ട്. അത് വിഭജിച്ച ആളുടെ പേര് ലോർഡ് കഴ്സൺ എന്നാണ്. ലോർഡ് കഴ്സൺ ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു ഭരണാധികാരിയായിരുന്നു, വൈസ്രോയി ആയിരുന്നു ലോർഡ് കഴ്സൺ. ഓക്കെ. പുള്ളി ചെയ്തത് എന്താണ്? ഹി സെപ്പറേറ്റഡ് മേജർ മുസ്ലിം ഏരിയ ഓഫ് ബംഗാൾ. അതായത് മുസ്ലിം വിഭാഗങ്ങൾ കൂടുതൽ മെജോറിറ്റി ഏരിയ ഈസ്റ്റേൺ പാർട്ടിലും ഹിന്ദുക്കൾ വെസ്റ്റേൺ പാർട്ടിലുമായിരുന്നു. സോ പുള്ളി എന്ത് ചെയ്തു? ഇതിനെ ഡിവൈഡ് ചെയ്തു. എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കുക എന്നതുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ. ഇറ്റ് വാസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ പറയുന്ന ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. മനസ്സിലായി? അവർ പറഞ്ഞത്, ബ്രിട്ടീഷേഴ്സ് പറഞ്ഞത് എന്താണ്? ദേ ഡിവൈഡ് ബംഗാൾ ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ഞങ്ങൾ ബംഗാൾ വിഭജിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായ പർപ്പസിനാണ് എന്നവർ പറഞ്ഞു. ബട്ട് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കാനായിരുന്നു. ഓക്കെ. ബട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു വിഭാഗം മുസ്ലിം ഇൻ്റലിജൻഷ്യയ്ക്ക് ബംഗാൾ വിഭജനം നടക്കുന്നതിനോട് പൂർണ്ണമായ താല്പര്യമായിരുന്നു. ലൈക്ക് മുസ്ലിംസിന് പ്രത്യേക ഒരു അധികാര കേന്ദ്രം വേണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ട്രസ്റ്റ് ചെയ്തില്ല, അല്ലേ? കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതലും ഹിന്ദുസ് ആയതുകൊണ്ട് അവർ ട്രസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അവർ വിഭജനത്തിന് പൊതുവേ, പ്രത്യേകിച്ച് ബംഗാൾ വിഭജനത്തിന് കുറച്ച് ആളുകളൊക്കെ അനുകൂലമായിരുന്നു, കുറച്ച് ആളുകൾ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറേ ആളുകൾ എപ്പോഴും ഹിന്ദു മുസ്ലിം 2 കമ്മ്യൂണിറ്റിയിലും ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറേ ആളുകളും ഉണ്ട്. മനസ്സിലായി? കുറേ ആളുകൾ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിച്ച്, കുറേ പേര് മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ കുറേ ആളുകൾ ബോത്ത് ഹിന്ദു മുസ്ലിം യൂണിറ്റി അനിവാര്യമാണ് ഈ രാജ്യത്ത് എന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എനിവേ, ഇങ്ങനെ വന്നപ്പോഴാണ്
അടുത്ത പോയിന്റിൽ അപ്പോൾ ഈ പോയിന്റ് ഓർക്കുക. അടുത്ത പോയിന്റ് പറയുന്നില്ല, ഈ പോയിന്റിൽ തന്നെ ഞാൻ പറയാം. 16 ഒക്ടോബർ 1905 ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? യെസ്, ബംഗാൾ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവം 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തു. ഇതൊക്കെ ഓരോ ഇവൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട ചില ഇവൻ്റാണ്. 1906 INC വാസ് സ്പ്ലിറ്റ്. എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിലൊരു വിങ് മോഡറേറ്റ് ആയിട്ട് മാറി, ഒരു വിങ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് മാറി. മോഡറേറ്റ്സ് പറഞ്ഞു ഞങ്ങളാണ് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ആളുകൾ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റുകൾ പുറത്തായപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ഓഫീസ് പോലായിപ്പോയി. ഈ 3-4 പേരേ ഉള്ളൂ. കാരണം മെജോറിറ്റി ആളുകളും ആരുടെ കൂടെ ആയിരുന്നു? എക്സ്ട്രീമിസ്റ്റിൻ്റെ കൂടെ ആയിരുന്നു. അവരുടെ താല്പര്യം കൂടുതൽ സമരത്തിലൂടെ, കൂടുതൽ അഗ്രഷനിലൂടെ, അജിറ്റേഷനിലൂടെ, മനസ്സിലായി, ഹർത്താൽസിലൂടെയൊക്കെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നായിരുന്നു ആരുടെ പാർട്ട്? എക്സ്ട്രീമിസ്റ്റ് പാർട്ട്. സോ കോൺഗ്രസ് സ്പ്ലിറ്റ്, അതായത് ബംഗാൾ വിഭജനം 1905 ആണെങ്കിൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്ത് 1906 അതിനെ അറിയപ്പെടുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ്. കാരണം അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് സൂററ്റിലാണ്. സൂററ്റ് ഇന്നത്തെ ഗുജറാത്താണ്, ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടും. സോ 1906 എന്ത് ചെയ്തു? ഇത് തകർന്ന് തരിപ്പണമായിപ്പോയി. ഇനി അടുത്തത് 6ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ 1906 പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഇവൻ്റാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് കൺസേൺഡ് ദ പാർട്ട് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. 1906 നമ്മുടെ കഴ്സൺ ആയിരുന്നല്ലോ ഈ വിഭജിച്ചത്. ഈ കഴ്സൺ അങ്ങ് പോയിട്ട് വേറൊരു ഒരുത്തം വന്നു. അയാളുടെ പേരാണ് മിൻറ്റോ. ഇവർക്ക് ഓരോ കാലാവധി ഉണ്ടല്ലോ. കഴ്സൺ റിട്ടയർഡ് ആയി പോയതിന് ശേഷം ലോർഡ് മിൻറ്റോ വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ വൈസ്രോയ്. ഈ ടൈമിൽ 1906 ഞാൻ പ്രത്യേകം പറയാം, 13th ഡിസംബർ 13th ഒക്ടോബർ 1906 മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചു. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ മുസ്ലിംസ് ദേ സ്റ്റാർട്ടഡ് മുസ്ലിം ലീഗ് ഓൺ 13th ഒക്ടോബർ 1906. ഈ ഡേറ്റ് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്, 13th ഒക്ടോബർ 1906. ആൻഡ് ഇത് ആ ഒരു ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പാർട്ടായിട്ട് തന്നെ ഓർത്തിരിക്കുക. 13th ഒക്ടോബർ 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്തു. ദെൻ സംഭവിച്ചത് 30th ഡിസംബർ 1906 എ ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ഇൻ്റലിജൻഷ്യ ഓർ ഡെലിഗേറ്റ്സ് വിസിറ്റ് മിൻറ്റോയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം തരണം, അതിനെ സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ് എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. ഈ സംഭവത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് ഷിംല ഡെപ്യൂട്ടേഷൻ ആണ്. ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോൺ ആസ് ഷിംല ഡെപ്യൂട്ടേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് അറിയപ്പെടുന്നത് ഷിംല ഡെപ്യൂട്ടേഷൻ എന്നാണ്. അങ്ങനെ ഇവർ ഷിംല ഡെപ്യൂട്ടേഷൻ കൊടുത്തു എന്നാണ് 13th ഡിസംബർ 1906. അപ്പം 1906 ഇത് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്ന സമയം മുതൽ അവരെല്ലാ ടൈമും ഒത്തുകൂടിയിട്ട് അവർ പറയായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണം. അങ്ങനെ ഷിംല ഡെപ്യൂട്ടേഷൻ ഫോം ചെയ്തു. ആൻഡ് അവരിങ്ങനെ ഓരോ നിവേദനങ്ങൾ കൊടുത്ത് അങ്ങനെ 1909 ഇതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. 1909 ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1909 മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്ന ഒരു പരിഷ്കാരം കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. മിൻറ്റോ മോർലി റിഫോംസ് എന്നാണ് അതിന് പറയുന്നത്. മിൻറ്റോ മോർലി റിഫോംസ്. മിൻറ്റോ എന്ന് പറഞ്ഞാൽ ലോർഡ് മിൻറ്റോയും, മോർലി എന്ന് പറഞ്ഞാൽ വേറൊരുത്തനും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ റിഫോംസ് ആണ് മിൻറ്റോ മോർലി റിഫോംസ്. എന്താണ് ഈ മിൻറ്റോ മോർലി റിഫോംസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൽ സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ് എന്ന് പറഞ്ഞൊരു ആശയം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. കാരണം അത് മുസ്ലിം ലീഗിൻ്റെ എന്ത് തന്നെയായിരുന്നു, ആവശ്യമായിരുന്നു. ഏത്? ഈ ഷിംല ഡെപ്യൂട്ടേഷനിലെ ആവശ്യമായിരുന്നു സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രോറേറ്റ് തരണം. അത് അംഗീകരിക്കുകയും ഈ ലോർഡ് മിൻറ്റോയാണ് അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ലോർഡ് മിൻറ്റോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടും. ഇന്ത്യയിൽ ഈ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റികളെ തമ്മിൽ അടിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച രണ്ട് പേരാണ് കഴ്സണും മിൻറ്റോയും ഒക്കെ. അപ്പോൾ അങ്ങനെ 1909 സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം
രൂപപ്പെട്ടു. ഇനി 1909 മിൻറ്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നൊക്കെ അറിയപ്പെടും. അതിനെപ്പറ്റി കൂടുതൽ പിന്നീട് ഞാൻ സംസാരിക്കും. അത് കഴിഞ്ഞു. ഓക്കെ, ഇനിയും ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് പറയാനുണ്ട്. ഇന്ത്യൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ഓൺ 13th October 1906 ഇൻ വിച്ച് പ്ലേസ്? അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡാക്ക, DACC, ഡാക്ക ഇന്നത്തെ ബംഗ്ലാദേശാണ്. ഡാക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഫോം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് അവിടെയാണ്. ഓക്കെ, ശരി. ആൻഡ് അപ്പം എന്നിരുന്നാലും ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ലൈക്ക് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവർ ഈ കാലഘട്ടത്തിൽ അവർ ആദ്യം ഹിന്ദുസിനെ അപ്പീസ് ചെയ്തു, ഹിന്ദുക്കളെ അവർ പ്രീണിപ്പിച്ചു, മുസ്ലിങ്ങളെ തഴഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ അവർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു, മുസ്ലിംസിനെ നന്നായിട്ട് പ്രീണിപ്പിച്ച് ഹിന്ദുക്കളെ തഴഞ്ഞു. മൂന്നാം ഘട്ടത്തിൽ അവർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ പ്രീണിപ്പിച്ചു. അത് വിശദമായിട്ട് ഞാൻ പറയാതെ, അവരങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി. 3 ഘട്ടമായിട്ടാണ്. അതിൽ എങ്കിലും ദേ ഡോണ്ട് ബിലീവ് മുസ്ലിം കമ്മ്യൂണിറ്റി. അതാണ് ബ്രിട്ടീഷേഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒട്ടും വിശ്വസിക്കാതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ബിക്കോസ് ഒന്ന്, 1857 റിവോൾട്ടിൽ ഹിന്ദു മുസ്ലിംസ് ഒന്നിച്ച് പ്രവർത്തിച്ചു. 2, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോർഡ് മയോ എന്ന് പറയുന്ന ഒരു വൈസ്രോയ് ഉണ്ട് ഇന്ത്യയിൽ. വൈസ്രോയാണ് 1872. ഇയാളെ ഇത് PSCക്കും മറ്റ് പരീക്ഷയ്ക്കും ചോദിക്കാൻ കാരണം, ഈ വാസ് ദ ഓൺലി വൈസ്രോയ് ടു ബി അസാസിനേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു വൈസ്രോയാണ് ഈ ലോർഡ് മയോ എന്ന് പറയുന്നത്. ഈ ലോർഡ് മയോ 1872 കൊല്ലുന്നത് ഒരു അഫ്ഗാൻ പട്ടാനാണ്. ആൻഡ് ഹിസ് നെയിം വാസ്, പേര് ഒരു നിമിഷം ഞാനൊന്ന് നോക്കിയെടുത്തോട്ടെ, ഒന്ന് ഓർത്തെടുത്തോട്ടെ. ഹിസ് നെയിം വാസ് സംതിങ് ലൈക്ക്, വിട്ടുപോയല്ലോ. യെസ്, ഷേർ അലി അഫ്രിഡി. ഒരു അഫ്ഗാൻ പട്ടാനാണ് ഷേർ അലി അഫ്രിഡി. അഫ്ഗാൻകാരനല്ല, അഫ്ഗാനിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾ. മീൻസ് അവർ കുടുംബമായിട്ട് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണ്. ഈ ഷേർ അലി അഫ്രിഡി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ലോർഡ് മയോയെ കൊന്നത്. അപ്പോൾ അതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിം കമ്മ്യൂണിറ്റി പോരാടുന്നതിൻ്റെ ചില സൂചനകളാണ്. അതും അവരുടെ മനസ്സിലുണ്ട്. അവരതുകൊണ്ട് അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും എന്ത് ചെയ്തില്ല, അവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്തുമില്ല. സോ അങ്ങനെ ഒരു നീക്കമായിരുന്നു അവരിങ്ങനെ നടത്തി, വളരെ ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു അവർ നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞത്. മുസ്ലിം ലീഗ് എങ്ങനെ ഫോം ചെയ്തു, 1906 മുസ്ലിം ലീഗ് ഫോർമേഷൻ തൊട്ട് 1909 മിൻറ്റോ മോർലി റിഫോംസ് വരെയുള്ള ഒരു ഔട്ട്ലൈനാണ് തന്നത്. മിൻറ്റോ മോർലി റിഫോംസിൻ്റെ പ്രത്യേകത ഞാൻ വീണ്ടും പറയാം. സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ്, പ്രത്യേക അവകാശം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെന്നായിരുന്നു. അതാദ്യം അവർ പറഞ്ഞത് ഷിംല ഡെപ്യൂട്ടേഷനിലൂടെയാണ്. അത് ബ്രിട്ടീഷുകാർ ചെയ്തു. ഫൈൻ. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി പത്രം, അടുത്ത 6ാമത്തെ പോയിൻ്റാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻ്റ് ആണ്. എന്താണ് സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്? അത് 1905. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 1905 ഈ കാലഘട്ടമാണ്, ടു 1909 ആണ്. സോ വാട്ട് യു മീൻ ബൈ സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്? സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ബംഗാൾ പാർട്ടീഷൻ, അല്ലേ? ബംഗാൾ പാർട്ടീഷൻ്റെ റിസൾട്ടാണ് സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വദേശി എന്ന് വെച്ചാൽ എന്താ? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുക. ഇതൊരു വലിയ മൂവ്മെൻറ്റായി മാറി. ഇതിൽ നിന്നാണ് ഇന്ത്യയിൽ എക്സ്ട്രീമിസം വളർന്നത്. അതായത് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ ശരിക്കും തീവ്രവാദം നല്ല അർത്ഥം. അതിനെ റെവല്യൂഷണറി ടെററിസം എന്ന് പറയാം, അല്ലേ? അതിനകത്ത് ബോംബ് വെക്കുക, ബ്രിട്ടീഷുകാരെ കൊല്ലുക, അൺപോപ്പുലർ ബ്രിട്ടീഷ് ഓഫീസറിനെ വധിക്കുക. ഇപ്പം നമ്മൾ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, അല്ലെങ്കിൽ മദൻലാൽ ദിങ്ക്ര, അല്ലെങ്കിൽ ഖുദിറാം ബോസ്, ദീനാദാസ്, സുചിത്ര ലേഖ, ഇവരൊക്കെ ഇങ്ങനെയുള്ള വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ പങ്കെടുത്ത വാറാണ്. ഇതാണ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ 1905 സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് പേര് ഞാനിവിടെ എഴുതാം. അരബിന്ദോ ഘോഷ്,
ബാലഗംഗാധർ തിലക്, അരവിന്ദ് ഘോഷ്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള VO ചിദംബരൻ പിള്ള, കപ്പലോട്ടിയ തമിഴൻ ചിദംബരൻ പിള്ളൈ എന്ന് പറയുന്ന ഒരു ആൾ, പിന്നെ ബാബു ഗെയ്ന അല്ലേ, ബാബു ഗെയ്നു, മഹാരാഷ്ട്രക്കാരൻ ബാബു ഗെയ്നു തുടങ്ങിയ GAINU, ബാബു ഗെയ്നു തുടങ്ങിയ പ്രശസ്തരായ ലീഡേഴ്സ് എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? ഈ 1905 സ്വദേശി മൂവ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ചു. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്? സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്, ദ എയിം ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് വാസ് സ്വരാജ്, എഴുതിയിട്ടോണം, ഗോൾഡൻ വേർഡിൽ എഴുതിയിട്ടോണം, വാസ് സ്വരാജ്, ടു അറ്റൈൻ സ്വരാജ്. എന്താ സ്വരാജ്? ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ് ഇവിടെ നിന്ന് പോവുക, എന്നിട്ട് ഞങ്ങൾക്ക് ഭരണം തരിക. സ്വരാജിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ്. ഓക്കെ, വാസ് സ്വരാജ് ഓർ സെൽഫ് ഗവൺമെൻറ് വാസ് ദ എയിം ഓഫ് ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, യെസ്, ഇത്രയാണ് കാര്യങ്ങൾ. ആൻഡ് ഇത് ഒരു വലിയ പ്രക്ഷോഭമായി മാറി. രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്നു ഇതിൽ. അദ്ദേഹത്തിൻ്റെ സർ പദവി തിരിച്ചു കൊടുത്തു. വലിയ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. പരസ്പരം ചരടുകൾ കെട്ടി അവർ സാഹോദര്യം ഉറപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിച്ചു. വിദേശ ഉൽപ്പന്നങ്ങളെല്ലാം, ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്തു. ഇനി ഓരോരുത്തരെ പറ്റി പറയാൻ എന്തായാലും ഓരോ നാഷണൽ ലീഡേഴ്സിനെ പറ്റി നമ്മൾ ക്ലാസ് എടുക്കണം പ്രത്യേകമായിട്ട്. അരവിന്ദ് ഘോഷ് വാസ് റിലേറ്റഡ് ടു അലിപ്പൂർ ബോംബ് കേസ്. അലിപ്പൂർ ബോംബ് കേസ് പ്രതിയായിരുന്നു അദ്ദേഹം. അലിപ്പൂർ ബോംബ് കേസ് എന്ന് പറയുന്ന പ്രശസ്തമായൊരു കേസിൽ ബ്രിട്ടീഷുകാർക്ക് വധിക്കാൻ വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ച കേസിലെ പ്രതിയായ അരവിന്ദ് ഘോഷ് പിന്നീട് മഹർഷിയായി മാറി. ആൻഡ് ഹി ബിക്കം ദ ഗ്രേറ്റ് സെയിൻറ്റ് ഓഫ് ഇന്ത്യ. പോണ്ടിച്ചേരിയിലാണ് അരബിന്ദോ ആശ്രമം ഉള്ളത്. ഓക്കെ, ദെൻ തിലകിനെ അറിയാം നമുക്ക്. ബാലഗംഗാധർ തിലകിനെ ഒത്തിരി പറയാനുണ്ട്, ഇപ്പം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, VO ഓരോരുത്തരും ഓരോ മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ളവരുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. സോ ഇനി അടുത്ത പോയിന്റ്, ഈ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തത് ആരാണ്? അത് ഏത് വർഷമാണ്, ഏത് വൈസ്രോയാണ്? കാരണം ഇത് പിന്നീട് ക്യാൻസൽ ചെയ്തു. അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ക്യാൻസൽ ചെയ്തത്, പിന്നീട് പറയാം. 1911 ലോർഡ് ഹാർഡിഞ്ച് എന്ന് പറയുന്ന ആൾ ഇത് ക്യാൻസൽ ചെയ്തു. വൈസ്രോയ് ആയിരുന്നു. ആൻഡ് ഈ ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം കൊൽക്കട്ട ടു ഡൽഹി. ഈ രണ്ട് സംഭവങ്ങളാണ് അന്ന് നടന്നത്. കൊൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്യുക ലോർഡ് ഹാർഡിഞ്ച് ആയിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. മുഹമ്മദ് അലി ജിന്ന യഥാർത്ഥത്തിൽ വാസ് കോൺഗ്രസ് മെമ്പർ. 1920 കോൺഗ്രസ്സിലായിരുന്നു. മുസ്ലിം ലീഗിന് എഗൻസ്റ്റ് ആയിരുന്നു അറ്റ് ഫസ്റ്റ് ജിന്ന. മുസ്ലിം ലീഗിൻ്റെ പോളിസിക്ക് ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്നു. ബട്ട് പിന്നീട് മുസ്ലിം ലീഗ് ജിന്നയെ കണ്ടിന്യൂസ് അവരുടെ മീറ്റിങ്ങിൽ വിളിച്ച് അപ്പം ജിന്ന മുസ്ലിം ലീഗിലും മെമ്പറായി, കോൺഗ്രസ്സിലും മോഡറേറ്റിലും മെമ്പറായി. സത്യത്തിൽ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ഒരു പാലമായിട്ട്, ഒരു ബ്രിഡ്ജായിട്ട് മുഹമ്മദ് അലി ജിന്ന കുറേ നാൾ ഇരുന്നു. മനസ്സിലായി? ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് വലിയ ആശ്വാസമായിരുന്നു. ബിക്കോസ് മുസ്ലിം കമ്മ്യൂണിറ്റി വെയർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ നാഷണൽ മൂവ്മെൻറ്റ്. സോ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ കുറയ്ക്കാനും അതിലെല്ലാം ഒരു അംബാസിഡർ, അതുകൊണ്ടാണ് ഹി വാസ് കോൾഡ് ആസ് അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ജവഹർലാൽ നെഹ്റു ആണ് ആ കോട്ട എഴുതിയിട്ടോണം. ജവഹർലാൽ നെഹ്റു കോൾഡ് മുഹമ്മദ് അലി ജിന്ന ആസ് അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസിഡറാണ്. അംബാസിഡർ എന്ന് പറഞ്ഞാൽ പ്രചാരകനാണ് ജിന്ന എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ജിന്നയുടെ ഒരു പ്രൊഫൈൽ. അതുപോലെ 1916 ജിന്നയുടെ എഫോർട്ടും കൂടിയാണ് 1916 ഒരു സംഭവം എന്ന് വെച്ചാൽ 1916 വളരെ പ്രധാനപ്പെട്ട ഒരു ഇയറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. വൈ? ബിക്കോസ് 1916 രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ജിന്ന വാസ് ഇലക്റ്റഡ് ആസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഇൻ ലക്നൗ. ലക്നൗവിലെ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് ജിന്നയെ തിരഞ്ഞെടുത്തു മുസ്ലിം ലീഗ്. അതേ കൊല്ലം തന്നെ ജിന്ന ഇടപെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ ഒരുമിച്ചു. അതിനെയാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആണ് ഇത്, ലക്നൗ പാക്ട്, 1916 ലക്നൗ പാക്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ മോഡറേറ്റ്സും
എക്സ്ട്രീമിസ്റ്റും 1906 നമ്മൾ പറഞ്ഞില്ലേ ഡിവോഴ്സ് ചെയ്തു പോയ അവരെ വീണ്ടും റീയുണൈറ്റ് ചെയ്യിപ്പിച്ചതും ഈ ലക്നൗ പാക്റ്റിലൂടെയാണ്. ഇതും നടന്നതെന്നാണ് 1916 ഓക്കെ. അപ്പോൾ അങ്ങനെ 1916 എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്ന വർഷമാണ്. 1915 മഹാത്മാഗാന്ധി തിരിച്ചു വരുന്നത്. 1916 ഹോം റൂൾ ലീഗ് നടക്കുന്നത്. അതിനെപ്പറ്റി പറയാം. ആനി ബെസൻറ്റിൻ്റെയും തിലകൻ്റെയും നേതൃത്വത്തിൽ ലക്നൗ പാക്റ്റ് വന്നു. ലക്നൗ പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ജോയിൻ ചെയ്തു, മോഡറേറ്റും എക്സ്ട്രീംസും ജോയിൻ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയായി മാറി. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരുന്നു, ജവഹർലാൽ നെഹ്റു ഉദയം ചെയ്യുന്നു, സർദാർ പട്ടേൽ യങ് ലീഡേഴ്സ് ഉദയം ചെയ്യുന്നു, സുഭാഷ് ചന്ദ്ര ബോസ് ഉദയം ചെയ്യുന്നു. ഇതെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. സോ ഇത് വാസ് എ ഗോൾഡൻ എറ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാം. ഓക്കെ. ദെൻ ഈ കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇന്ത്യയിലുണ്ട്, പല മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട 1916 ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഹോം റൂൾ ലീഗ് മൂവ്മെൻ്റാണ്. ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്ന് പറഞ്ഞു. ഹോം റൂൾ ലീഗ് ഇത് സ്റ്റാർട്ട് ചെയ്ത 2 പേരാണ്. ഒന്ന് ആനി ബെസൻറ്റും ഒന്ന് ലോകമാന്യ തിലകും. ആനി ബെസൻറ്റ് ഒരു വിദേശ വനിതയായിരുന്നെങ്കിലും ഷി വാസ് വെരി പാട്രിയോട്ടിക് വിമൺ. ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരമായി കൊണ്ടുനടന്ന 2 വിദേശ വനിതകളാണ്. ഒന്ന് ആനി ബെസൻറ്റും ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ഡിസൈപ്പിളായിട്ടുള്ള സിസ്റ്റർ നിവേദിതായി. 2 പേരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് അവർ ഇന്ത്യയിൽ താമസിച്ച് അവർ ഇന്ത്യൻ കൾച്ചറുമായിട്ട് സമരസപ്പെട്ടു പോവുകയും ആൻഡ് സിസ്റ്റർ നിവേദിത ബിക്കം എ സന്യാസിനി. അവരൊരു വിവേകാനന്ദൻ്റെ ശിഷ്യയായിട്ട് മാറുകയൊക്കെ ചെയ്തു. സോ ആനി ബെസൻറ്റ് 1917 ഐ തിങ്ക് സോ 1917 ആനി ബെസൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡൻറ്റ് വരുന്നത് ആനി ബെസൻറ്റ് ആണ് അല്ലേ. 1917 വനിതാ പ്രസിഡൻ്റ് ആവുന്നത്. ഓക്കെ. ഇനി 1925 സരോജിനി നായിഡു വരുന്നുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്, ഫസ്റ്റ് ഇന്ത്യൻ വിമൺ പ്രസിഡന്റ് ഗോസ് ടു സരോജിനി നായിഡു ആൻഡ് ഫസ്റ്റ് വിമൺ പ്രസിഡന്റ്. ഇത് ഇന്ത്യൻ വിമൺ പ്രസിഡന്റ്. ആനി ബെസൻറ്റ് വിദേശി ആയതുകൊണ്ട് ഫസ്റ്റ് വിമൺ പ്രസിഡന്റ് ഗോസ് ടു ആനി ബെസൻറ്റ്. ഈ 2 ക്വസ്റ്റ്യനും മറക്കരുത്. ഓക്കെ. സോ ഹോം റൂൾ ലീഗ് സ്റ്റാർട്ട് ചെയ്തത് ആരൊക്കെയാണ്? ആനി ബെസൻറ്റും തിലകുമാണ്. അതൊരു ഓൾ ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ഹോം റൂൾ ലീഗിൻ്റെ നേതൃത്വത്തിൽ. സോ ഇറ്റ് ബിക്കം എ ഗ്രേറ്റ് വാട്ട് യു കോൾഡ് എ കാറ്റലിസ്റ്റ് ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. വലിയൊരു കാറ്റലിസ്റ്റായി മാറി ഈ കാര്യങ്ങളെല്ലാം. ഇത്രയുമാണ് 1916 വരെയുള്ള അല്ലെങ്കിൽ 1916-17 വരെയുള്ള ടൈം. ഇതിൽ തിലകിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആൻഡ് ഈ സമയത്താണ് ഈ 1916 വേറൊരു 1916 മുമ്പ് 1914 എന്ന് പറയുന്നത് വെൻ യു കൺസിഡേർഡ് വേൾഡ് ഹിസ്റ്ററി 1914 വളരെ പ്രത്യേകതയുള്ളൊരു സമയമാണ്. 1914 എന്ത് വേൾഡ് വാർ ഉണ്ടാകുന്നത്, ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നത് അല്ലേ. 20th ജൂലൈ 1914 ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിൽ 2 പാർട്ടാണുള്ളത്. യൂറോപ്യൻ അലീസും സെൻട്രൽ പവേഴ്സും 2 പാർട്ടുണ്ട്. ഇന്ത്യക്കും വളരെയധികം റോൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് സ്വതന്ത്രമായ റോളില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ഇന്ത്യ യൂറോപ്യൻ പവേഴ്സിൻ്റെയോടാണ് നിന്നത്, യൂറോപ്യൻ അലീസിൻ്റെയോടാണ് നിന്നത്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ദെൻ തിലകിനെ പറ്റി 2 വാക്ക്. തിലകിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലേ. തിലകിനെ ലോകമാന്യ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അക്സെപ്റ്റഡ് ബൈ പീപ്പിൾ എന്നാണ് അർത്ഥം. ലോകമാന്യ, ജനങ്ങൾ അംഗീകരിച്ച ആളെന്നാണ് ലോകമാന്യയുടെ അർത്ഥം. അക്സെപ്റ്റഡ് ബൈ പീപ്പിൾ എന്നാണ് ലോകമാന്യയുടെ അർത്ഥം. അതുപോലെ ഹി വാസ് കോൾഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. തെറ്റിപ്പോവല്ല, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ആളാര്? ആൻഡ് ഹി വാസ് മിസ്റ്റർ ബാലഗംഗാധർ തിലക്, ദ മേക്കർ ഓഫ്. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ബൈ മഹാത്മാഗാന്ധി. ആരാണിത് പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞത്. പിന്നെ സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് അല്ലേ. സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വരാജ്യ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് റൈറ്റാണ്, എൻ്റെ ജന്മാവകാശമാണ്. ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഐ ഷാൽ ഹാവ് ഇറ്റ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ്? തിലകാണ് അല്ലേ. ഇനി ബാലഗംഗാധർ തിലകനെ
ഒരാൾ വിളിച്ചതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് പറയും. എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് വിളിക്കുകയും അദ്ദേഹത്തെ നിരന്തരം ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ് വാലന്റൈൻ ചിറോൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ. അങ്ങനെ ഈ പത്രപ്രവർത്തനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹം ബ്രിട്ടനിൽ വരെ പോവുകയും സിവിൽ കേസ് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടുന്ന് വന്ന് മരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം തിലകനെ പറ്റി ഇനിയുണ്ട് പറയാൻ. അത് ഓരോ പേഴ്സണാലിറ്റീസിനെ പറ്റി പറയുമ്പം ഐ വിൽ ഡീറ്റെയിൽ ഇറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2-3 പിക്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഹിന്ദു എന്താ പറയുന്നത്, മുസ്ലിം യൂണിറ്റിയുടെ അംബാസഡറൊക്കെ ആയിട്ട് ആദ്യം പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ നേഷന് വേണ്ടി വരികയും പുള്ളി പാകിസ്ഥാൻ നേഷൻ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്ത ആളാണ്. ആൻഡ് ദിസ് വാസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് ഹി വാസ് നോൺ ആസ് വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ, സ്റ്റീം നാവിഗേഷൻ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഇദ്ദേഹം. തമിഴ്നാട്ടിലെ വലിയൊരു ആളാണ്. തമിഴ് പൊളിറ്റിക്സിലും തമിഴിൽ ഇന്ത്യൻ നാഷണൽ നമ്മുടെ എന്താ പറയുന്നത് പാട്രിയോട്ടിക് മൂവ്മെൻറ്റിൽ, നാഷണൽ മൂവ്മെൻറ്റിൽ നിറഞ്ഞു നിന്ന ആളാണ് വി.ഒ. ചിദംബരം പിള്ള, കപ്പലോട്ടിയ തമിഴൻ. അടുത്ത വന്നിട്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് തിലകിനെ അല്ലേ? മറാഠ കേസരി എന്ന് പറഞ്ഞ പത്രം സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ ശരിക്കും ഒരു മാസ് മൂവ്മെൻ്റ് ആക്കിയത് ബാലഗംഗാധര തിലകാണ്. അതുവരെ ആവി അനക്കോ ഇല്ലാതിരുന്ന മൂവ്മെൻറ്റിനെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഹർത്താൽ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചത് ഇദ്ദേഹമാണ്. ബോയ്ക്കോട്ട് ചെയ്യാൻ ഉപദേശിച്ചത് ഇദ്ദേഹമാണ്. നിരന്തരമായിട്ട് ആർട്ടിക്കിൾ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയത് ഇദ്ദേഹമാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആൻഡ് ഹി വാസ് നോ അതർ ദാൻ അവർ ഗ്രേറ്റ് അരവിന്ദ ഘോഷ്. അലിപ്പൂർ ബോംബ് കേസ്, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു എക്സ്ട്രീം മൂവ്മെൻ്റ് ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന് അരവിന്ദ ഘോഷ്, ഇവരെല്ലാം അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹം ഒരു സന്യാസിയായി മാറി. ഒരു ഗ്രേറ്റ് ആളാണ് അരവിന്ദ ഘോഷ്, ഓർ മഹർഷി അരവിന്ദ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ്. സോ ഇത്രയുമാണ് പറയാനുള്ളത്. സോ ഞാൻ ആദ്യം പഠിപ്പിച്ച ഹിസ്റ്ററി ക്ലാസ്സും ഇതും മൊത്തം പഠിക്കുക. ഇതിൻ്റെ 2 എക്സാം ഇട്ടതിന് ശേഷം, ഇത് തറോ ആയതിനു ശേഷം മാത്രമേ ഞാൻ ഹിസ്റ്ററിയുടെ അടുത്ത പോയിന്റിലേക്ക് കിടക്കൂ. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.